ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹര സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. വേദപുസ്തകത്തിൽ ഒരു സ്വപ്നം കണ്ട് ശത്രുക്കളെ സമ്പാദിച്ച ഒരു വ്യക്തിയെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ്. ഒരു കാലഘട്ടത്തിൽ മിശ്രൈമിന്റെ മന്ത്രിതലത്തിൽ എത്തിയ ജോസഫ് തന്റെ സഹോദരങ്ങൾ ജോസഫിനെ വണങ്ങി നമസ്കരിക്കുന്ന ഒരു ഭാഗം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ജോസഫിന്റെ കുട്ടിക്കാലത്ത് ജോസഫ് സ്വപ്നം കണ്ടു. ആ സ്വപ്നം ജോസഫിന്റെ സഹോദരങ്ങളോട് പങ്കുവയ്ക്കുന്നു. കണ്ട സ്വപ്നം ഇങ്ങനെയാണ്: ജോസഫും തന്റെ സഹോദരങ്ങളും ചേർന്ന് വയലിൽ കറ്റ കൊയ്ത് കെട്ടി വയ്ക്കും. എന്നാൽ ജോസഫ് കെട്ടിവെച്ച കറ്റ നിവർന്നു നിൽക്കുന്നു. എന്നാൽ സഹോദരങ്ങൾ കെട്ടിവെച്ച കറ്റ ജോസഫിന്റെ കറ്റയെ വണങ്ങി നമസ്കരിക്കുന്നു. ഇത് ജോസഫ് തന്റെ സഹോദരങ്ങളോട് പങ്കുവെക്കുന്നു. പക്ഷേ ജോസഫിന്റെ സഹോദരങ്ങൾ ജോസഫിനോട് ശത്രു മനോഭാവം കാണിക്കുന്നു. ഇതിന്റെ ആശയം ഇതാണ്: ജോസഫിനെ വണങ്ങി നമസ്കരിക്കുന്ന രീതിയാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായത്. അങ്ങനെ ജോസഫിനെ ഒരു ഘട്ടത്തിൽ അവർ കൊല്ലുവാൻ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നു. മൂത്ത സഹോദരൻ പറയുന്നു, ഇവനും നമ്മുടെ അപ്പന്റെ മകനല്ലേ, ഇവനെ കൊല്ലണ്ട, ഇവനെ മിശ്രൈമിലേക്ക് അടിമയായി കൊടുത്തുവിടാം എന്ന്. അങ്ങനെ മിശ്രൈമിലേക്ക് അടിമയായി കൊടുത്തു. ഒരു സ്വപ്നം അദ്ദേഹത്തെ തന്റെ നാട്ടിൽ നിന്നും, തന്റെ അപ്പനമ്മയിൽ നിന്നും, തന്റെ സഹോദരങ്ങളിൽ നിന്നും പിരിച്ച് മറ്റൊരിടത്തേക്ക് ആട്ടിപ്പായിക്കുന്ന ഒരു അനുഭവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനത് പറയാനുണ്ടായ ആശയം, ചില സ്വപ്നങ്ങളും ചില നമ്മുടെ പദ്ധതികളും മറ്റാരോടും പറയാതെ ദൈവത്തോട് നാം പറഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കുക. എല്ലാപക്ഷം നമുക്ക് ചില ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വരും, നിശ്ചയം.